ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തിന് വീണ്ടും സാധ്യത തെളിയുന്നു. സീറ്റ് വിഭജനത്തിൽ ഇരുകൂട്ടരും ധാരണയിലെത്തിയെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14-ന് ജമ്മുകശ്മീരിലെത്തും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതാക്കളുടെ എതിർപ്പ് മറികടന്നും ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യസാധ്യത തേടുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ആദ്യഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടെങ്കിലും ഒടുവിൽ കോൺഗ്രസ് മുന്നോട്ടുവച്ച നിർദ്ദേശത്തോട് ആം ആദ്മി പാർട്ടി വഴങ്ങിയതായാണ് സൂചന. കുരുക്ഷേത്ര മണ്ഡലം ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടതായാണ് വിവരം. സഖ്യമില്ലെങ്കിൽ 50 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കം. 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മു കശ്മീരിൽ പ്രചരണത്തിന് ചൂടുപിടിച്ചു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് രാജ്യത്തിന്റെ സമൃദ്ധിക്കും സന്തോഷത്തിനും വേണ്ടിയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റംബാനിലെ റാലിയിൽ പറഞ്ഞു. और आप लोग तो अब सौभाग्यशाली हैं कि धारा 370 को हमने समाप्त किया है. किस लिए समाप्त किया है? आपकी बदहाली को समाप्त करने के लिए और जम्मू कश्मीर के लोगों को खुशहाली लाने के लिए हमने लोगों ने धारा 370 को समाप्त किया. ജമ്മു കശ്മീരിൽ 6ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. 6 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ഈ മാസം 14-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിലെത്തും. 2 റാലികൾ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. 24 ഡൽഹി.